റിതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്ന് മുളക് തൈരിലിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഈ കറി തയ്യാറാക്കുന്നതിനായിട്ട് നമ്മളൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ഒരു 1/4 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകും ഉലുവയും പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 വറ്റൽമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5 ഇതള് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, വളരെ ചെറുതായിട്ട് അരിയണം. അരിഞ്ഞതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം ഈ ചേരുവയെല്ലാം പച്ചമണം മാറി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മീൻ വരയുന്ന പോലെ ചുറ്റും വരഞ്ഞാണ് വെച്ചിരിക്കുന്ന ഈ പച്ചമുളക് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ വരയുന്നത് മുളകിൻ്റെ ഉള്ളിലേക്ക് തൈരും ഉപ്പും പുളിയും നമ്മൾ ചേർക്കുന്ന മസാലയെല്ലാം കയറി മുളകിൻ്റെ ടേസ്റ്റ് കൂടെ ഇറങ്ങി അടിപൊളി ഒരു ടേസ്റ്റ് കിട്ടും. ഇതുപോലെ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ണാൻ മറ്റധികം കറികളൊന്നും വേണ്ട. അതിനു വേണ്ടിയാണ് അങ്ങനെ നമ്മൾ വരയുന്നത്. പച്ചമുളക് ചേർത്ത് കഴിഞ്ഞ് നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം. അങ്ങനെ വെക്കുന്നത് മുളക് പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ പയ്യെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം മുളക് ഏകദേശം ഒന്ന് വഴണ്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൂടെ ചേർത്ത് പച്ചമണം മാറുന്നതിന് വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. അതിലേക്ക് ഇനി 1 ടീസ്പൂൺ മുളക് പൊടിയൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് തൈര് ചേർത്ത് നന്നായിട്ട് ഇളക്കി തൈരിലെ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാം. നമ്മുടെ കറി നന്നായി പറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒന്ന് അടച്ച് അരമണിക്കൂർ സമയം ഒന്ന് അടച്ച് വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കിതെടുത്ത് ഉപയോഗിക്കാം. നമ്മുടെ മുളക് തൈരിലിട്ടത് ഇവിടെ റെഡിയായി. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഞാൻ 1 മുളകും അല്പം ഗ്രേവി എടുത്ത് ചോറുണ്ട്. 1 പ്ലേറ്റ് ചോറുണ്ടാൻ നമുക്ക് 1 മുളകും അല്പം ഗ്രേവിയും മതി. ഇത് നമുക്ക് ചോറിന് മാത്രമല്ല പുഴുക്കിന് സൈഡായിട്ട് വിളമ്പാനും വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ ഇട്ടുകൊണ്ട് ഇച്ചിരി ഇട്ട് വായു കയറാത്ത ടിന്നിലോ വല്ലതും കൊണ്ടുപോക്കി നമുക്ക് ചോറുണ്ണാൻ അടിപൊളിയാണ്. പിന്നെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന നമ്മുടെ മക്കൾക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാമെങ്കിൽ അവർക്ക് 2-3 ദിവസമൊക്കെ ഇത് കൂട്ടി ചോറുണ്ണാൻ സാധിക്കും. തൈരും മോരും പച്ചമുളകും ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി കറിയാണിത്. പിന്നെ സവാളയ്ക്ക് പകരം നമുക്ക് കൊച്ചുള്ളി ചേർത്ത് ഈ കറി തയ്യാറാക്കാൻ സാധിക്കും. അപ്പം എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു.